നബിദിന ക്വിസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലമായ മക്ക ഏത് രാജ്യത്താണ്? സൗദി അറേബ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവായ ആമിന ബീവിയുടെ പിതാവിൻ്റെ പേരെന്ത്? വഹബ് ബിനു അബ്ദുമനാഫ്. ആമിന ബീവിയുടെ ഗോത്രം ബനു സുഹ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്തെ പ്രധാന ജോലി എന്തായിരുന്നു? ആടുമേക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പകാലത്ത് പങ്കെടുത്ത യുദ്ധമേത്? ഫിജാർ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ ആദ്യം മരണപ്പെട്ടതാര്? ഖാസിം. മസ്ജിദുൻ നബവി നിർമ്മിക്കപ്പെട്ട വർഷം? ഉത്തരം ഹിജ്റ 1-ാം വർഷം. ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് ഖുർആനിൻ്റെ പേര് തന്നെയാണ്. ഏതാണ് സൂറത്ത്? ഉത്തരം ഫുർഖാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ പറയപ്പെട്ട 2 ദിവസങ്ങൾ ഏതെല്ലാം? വെള്ളി, ശനി. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ആക്കണമെന്ന് അഭിപ്രായപ്പെട്ട സ്വഹാബിയാര്? ഉമർ റളിയല്ലാഹു അൻഹു. മദീനയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസമാക്കിയത് ആരുടെ വീട്ടിലായിരുന്നു? അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്ക്? ഷാമിലേക്ക്. ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥമേത്? ഖുർആൻ. ബദർ യുദ്ധവേളയിൽ മദീനയിൽ വഫാത്തായ പ്രവാചകപുത്രി? റുഖിയ ബീവി. ഉഹദിൽ നബിക്ക് പ്രതിരോധമായി നിന്നത് കാരണം 70-ലധികം മുറിവുകൾ ഏറ്റ സ്വഹാബിയാര്? ഉത്തരം അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. നബിയുടെ മോതിരത്തിൽ മുദ്ര ചെയ്തിരുന്നത് എന്തായിരുന്നു? മുഹമ്മദുർ റസൂലുള്ളാഹ്. പുരുഷന്മാരിൽ നിന്നും ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാര്? അലി റളിയല്ലാഹു അൻഹു. അടിമകളിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്? ഉത്തരം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. രഹസ്യ പ്രബോധന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം ദാറുൽ അർഖം. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്വഹാബിയാര്? ഉത്തരം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അസ്സാബിഖൂനൽ അവ്വലൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ എത്ര ഉംറ നിർവഹിച്ചിട്ടുണ്ട്? ഉത്തരം 4 ഉംറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം നടത്തിയത് എത്ര വർഷം? ഉത്തരം 13 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പ്രബോധനം നടത്തിയത് എത്ര വർഷം? 10 വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത അവസാന യുദ്ധമേത്? തബൂക്ക് യുദ്ധം. മദീനയുടെ പഴയ പേര്? യസ്രിബ്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ പ്രസിദ്ധമായ ത്വായിഫ് യാത്ര നടന്ന വർഷമേത്? ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.